4-5 വർഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങളാകെ കലങ്ങി മറിയും. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്തുനിന്ന് പറയും, നിങ്ങൾ പൊക്കൊള്ളുക, സ്വദേശിവൽക്കരണം എന്നൊക്കെ പറയും. രാജ്യങ്ങൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി ജോലി ചെയ്യുന്നവർ, മറ്റു രാജ്യങ്ങളിൽ, യൂറോപ്പ് കൺട്രികളിൽ, മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ, താമസിക്കുന്നവർ, വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർ, ആമേൻ, നിങ്ങളുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയുപദേശമാണ്. എൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ജനത്തോട് ബുദ്ധി ഉപദേശിക്കുക, ജനത്തോട് ഇത് കൈമാറുക എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്ത്, താമസിക്കുന്ന രാജ്യങ്ങൾ, അവിടെ ഇപ്പോൾ നിങ്ങൾ താമസിക്കും. ചിലത് സ്ഥിരതാമസമാണ്, ചിലർക്ക് ചില രാജ്യങ്ങളിൽ വീടുകളുണ്ട്. എല്ലാം നല്ല കാര്യം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരിടം ഉണ്ടായിരിക്കണം. മിക്കവർക്കും ഉള്ളവരാണ്, ഇല്ലാത്തവർ അത് വേഗത്തിൽ ക്രമീകരിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങട്ടെ. സ്വന്തമായ ഒരു വീട്, ഒരു കിടപ്പാടം നിങ്ങളുടെ രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാക്കിയിരിക്കണം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയുപദേശമാണ്. വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ, ഇത് പ്രവചന ശബ്ദമാണ് കൈമാറുന്നത്, വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങളാകെ കലങ്ങി മറിയും. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്തുനിന്ന് പറയും, നിങ്ങൾ പൊക്കൊള്ളുക, സ്വദേശിവൽക്കരണം എന്നൊക്കെ പറയും. രാജ്യങ്ങൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു. ഒരു രാജ്യങ്ങൾക്കും ഒരു സ്വസ്ഥതയുമില്ലാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ പറയും, ഇന്ത്യക്കാർ, മറ്റുള്ള രാജ്യക്കാർ പുറപ്പെട്ടുകൊള്ളുക, ഞങ്ങളുടെ രാജ്യത്തു നിന്ന് പോകാൻ അവർ നിർബന്ധിക്കും, അവിടുന്ന് പോയേ പറ്റൂ. അങ്ങനെയൊരു സാഹചര്യം വരുന്ന 4-5 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു. ഈ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്രമീകരണങ്ങൾ ദൈവമക്കൾ ക്രമീകരിക്കുക. ഇത് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നോട് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്, ജനത്തോട് ബുദ്ധി ഉപദേശിക്കുക, ജ്ഞാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് അവിടെ വീടുണ്ടാകാം, വീടില്ലാത്തവരായിരിക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങൾ സ്വന്തമായി ഒരു കിടപ്പാടം വാസയോഗ്യമായത് ഒരുക്കുക. പക്ഷെ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല കേട്ടോ. ഇതും ശാശ്വതമല്ല. നിത്യമായൊരു വാസസ്ഥലമുണ്ട്, അത് സ്വർഗത്തിലാണ്. അതിനു വേണ്ടിയും ഒരുങ്ങിക്കൊള്ളുക. ഏറ്റവും അത്യാവശ്യം അതാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു വാസസ്ഥലമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അത് സ്വർഗത്തിലാണ്. അത് ഉറപ്പാക്കുക. അവിടെയും എനിക്ക് വാസസ്ഥലമുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പാക്കുക. പ്രത്യേകം ഈ വിഷയങ്ങൾ പ്രവാസി മലയാളികളിലേക്ക്, മറ്റു രാജ്യങ്ങളിൽ സെറ്റിലായി ഇരിക്കുന്നവർക്കും എല്ലാം ഇത് ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. എന്നോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട ശബ്ദമാണ്. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ സ്വന്തം ഒരു ഭവനം, ക്രമീകരണങ്ങൾ ക്രമീകരിക്കുക. ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോരേണ്ട ഒരു സിറ്റുവേഷൻ, അന്തരീക്ഷം ഉണ്ടാകാൻ പോകുന്നു. UK കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റത്തെ തുടർന്ന് ഇന്ത്യക്കാർ വൻതോതിൽ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രതിസന്ധിയിൽ അടിയന്തര ഇടപെടൽ വേണം എന്ന ആവശ്യം. കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായി ചർച്ച നടത്തണമെന്നും വായ്പ എടുത്തു പോയവർക്ക് സംസ്ഥാന സർക്കാർ ഇളവുകൾ പ്രഖ്യാപിക്കണമെന്നും ജോസ് കെ മാണി MP ആവശ്യപ്പെട്ടു.
മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ആശങ്കയിലായിരിക്കുന്നത്. UK-യിലേക്കുള്ള കുടിയേറ്റവും സ്ഥിരതാമസവും നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന റെസ്റ്റോറിംഗ് കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന വൈറ്റ് പേപ്പറിലെ നിരവധി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. ശേഷിക്കുന്നവ വരും മാസങ്ങളിൽ നടപ്പിലാക്കും. PR ലഭിക്കാനുള്ള യോഗ്യത 10 വർഷമായി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യക്കാർക്ക് ഏറെ ദോഷം ചെയ്യും. സ്പോൺസർഷിപ്പ് നൽകാവുന്ന ജോലികളുടെ പട്ടിക ചുരുക്കി. രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധി 18 മാസമാക്കി കുറച്ചു. ഇങ്ങനെ പോകുന്നു മാറ്റങ്ങൾ. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ തേടുന്നത്. ഇപ്പോൾ ഉള്ളവരെ നിലനിർത്തി അല്ലെങ്കിൽ അവർക്ക് ജോലി സാധ്യതകൾ അത് കൊടുക്കാനുള്ള സാധ്യതകൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ച് ഇടപെടേണ്ടതുണ്ട്. ജോലിക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ലേബർ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത്തരമൊരു നീക്കത്തിനെ ബ്രിട്ടീഷ് സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബ്രിട്ടീഷുകാരുടെ ജോലി തട്ടിയെടുക്കുന്നുവെന്ന് ഗ്രേറ്റ് യാർമൌത്തിൽ നിന്നുള്ള സ്വതന്ത്ര MP കൂടിയായ റൂബർട്ട് ലോവ് മുമ്പ് ആരോപിച്ചിരുന്നു. മനോരമ ന്യൂസ്, ഡൽഹി.